ഞാൻ ഡോക്ടർ മിന്നു ജി ദേവ്, ചീഫ് സർജൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് അറ്റ് സ്മാർട്ട് സർജൻസ്, ട്രിവാൻഡ്രം. ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസിനെ നമ്മൾ ജെൻറ്റോ യൂറിനറി സിൻഡ്രോം ഓഫ് മെനോപോസ് എന്ന് വിളിക്കുന്നു. ഇതിൽ യോനി അയവ്, യോനി വരൾച്ച എന്നിങ്ങനെ പല പ്രോബ്ലംസും അനുഭവപ്പെടുന്നു. നമുക്കിതിൽ സർജിക്കലും നോൺ സർജിക്കലും ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ കൂടുതൽ പേരും അപ്രോച്ച് ചെയ്യുന്നത് നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയാണ്. കാരണം ഇതിന് ഡൗൺ ടൈം ഇല്ല, റിക്കവറി പീരിയഡ് കുറവാണ് ആൻഡ് പെയിൻലെസ്സുമാണ് ഏറെക്കുറെ. നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ലേസർ. ലേസേഴ്സ് തന്നെ പല വിധത്തിലുണ്ട്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലേസറാണ് നമ്മൾ നോൺ സർജിക്കൽ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഒട്ടുമിക്ക മെനോപോസൽ പ്രോബ്ലംസും നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഏജിംഗ് മൂലം ഈസ്ട്രജൻ കുറയുന്നതിനാൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് യോനി അയവ്. ഇത് വന്നിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് CO2 ലേസർ ഉപയോഗിക്കാം. അതിനായിട്ട് ഒരു മിനിമം 3 to 6 സെഷൻസ് വേണ്ടി വരും 1 month ഗ്യാപ്പിൽ. യോനി അയവ് നമുക്ക് ഫങ്ഷണൽ ആസ്പെക്റ്റിലും ചിന്തിക്കാം, കോസ്മെറ്റിക് ആയിട്ടും ചിന്തിക്കാം. ഫങ്ഷണൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലരിൽ ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നതായിരിക്കും അവരുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമുക്ക് ആദ്യം അവരുടെ എക്സ്പെക്റ്റേഷൻ മനസ്സിലാക്കണം. ഇത് എത്രത്തോളം മാറാൻ പറ്റും അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് അവർക്ക് നമ്മൾ ഒരു ഫിഗർ കൊടുക്കേണ്ടിയിരിക്കുന്നു. 60% അല്ലെങ്കിൽ 80% എക്സ്പെക്റ്റൻസി വേണം ഈ പ്രോബ്ലം മൊത്തം സോൾവ് ചെയ്യാനായിട്ട്. ആൻഡ് ഇത്രയും നമ്പർ ഓഫ് സെഷൻസും എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു തെറാപ്പി പോലെ എല്ലാ മാസവും അല്ലെങ്കിൽ എവറി 6 weeks വന്ന് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇതൊരു 1 time ട്രീറ്റ്മെൻ്റ് അല്ല. ഇത് തന്നെയാണ് എല്ലാ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെയും ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ പല മൾട്ടിപ്പിൾ സെഷൻസ് റിക്വയർഡ് എന്നുള്ളതാണ്. സോ സർജിക്കൽ മെത്തേഡ് ആണെങ്കിൽ 1 time ആയിരിക്കും. പക്ഷേ അതിൽ നല്ലപോലെ റിക്കവറി പീരിയഡ് വേണം. ഓൾമോസ്റ്റ് 1 month റെസ്റ്റ് വേണ്ടി വരും. അതുപോലെ തന്നെ ഈ 1 month അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതല്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചൂസ് നോൺ സർജിക്കൽ ബിക്കോസ് അവർക്ക് അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ഡെയിലി റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ കുട്ടികളായാലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനാൽ നോൺ സർജിക്കൽ മെത്തേഡ് ആയിരിക്കും എല്ലാവർക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആവുന്നത്. So next thing what you want to know is whether it is painful or not. അപ്പോൾ ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് എല്ലാ മെത്തേഡ്സിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലോക്കൽ അനസ്തീഷ്യ ഉപയോഗിക്കുന്നതാണ്. സോ ഈ കേസിൽ ലേസർ ഉപയോഗിക്കുന്നതിന് ഒരു 30 minutes മുന്നേ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ ഒരു ക്രീം അവിടെ അപ്ലൈ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് മരവിപ്പിക്കാൻ സാധ്യത. ലേസർ തെറാപ്പിക്ക് ശേഷം ഒരു 2 to 3 days സ്പോട്ടിംഗ് ഉണ്ടാവാം, യൂറിനേറ്റ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവാം ആൻഡ് കുറച്ചൊരു മൈൽഡ് ഡിസ്ചാർജും അനുഭവപ്പെടാം. പക്ഷെ ആന്റിബയോട്ടിക്സിന്റെയോ പെയിൻ കില്ലേഴ്സിന്റെയോ ആവശ്യം ഉണ്ടാവാറില്ല. യോനി വരൾച്ചയ്ക്ക് മാത്രമല്ല നമ്മൾ ലേസർ തെറാപ്പി ഉപയോഗിക്കുന്നത്. റെക്കറൻ്റ് ആയിട്ടുള്ള വജനൽ ഇൻഫെക്ഷൻസിനും പിന്നെ ജെനിറ്റൽ വാർഡ്സ് അഥവാ അരിമ്പാറയ്ക്കും ആൻഡ് യോനി വരൾച്ചയ്ക്കും നമുക്ക് ലേസർ തെറാപ്പി ഉപയോഗിക്കാവുന്നതാണ്.